മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശ്രീരാമൻ കാട്ടിലേക്ക് പോകണമെന്ന് കൈകേയി ദശരഥന്റെ അഭിപ്രായമായിട്ട് കൈകേയിക്ക് ലഭിച്ച 2 വരത്തിൻ്റെ ബലത്തിൽ രാമനോട് നിർദ്ദേശിച്ചു. രാമൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആ സമയത്ത് വികാര തീവ്രമായിട്ട് ലക്ഷ്മണൻ പ്രതികരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് രാമൻ പോകാൻ തീരുമാനിച്ചപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ നീ വരണ്ട. അതേപോലെ സീതയോട് പറഞ്ഞു, നീ വരണ്ട. വസിഷ്ഠൻ സീതയോട് പറഞ്ഞു, സീതയും രാമനും 2 ശരീരമാണെങ്കിലും ഭാര്യാഭർത്താക്കന്മാരെന്ന ഒരു എൻറ്റൈറ്റിയാണ്, ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് രാമന് പകരം സീത രാജ്യം ഭരിക്കട്ടെ എന്ന് വസിഷ്ഠൻ പറഞ്ഞു. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടാവണം. ഭരതന് രാജ്യം ഭരിക്കുമ്പോൾ ജ്യേഷ്ഠ സഹോദരൻ എന്ന രീതിയിൽ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ നീ ഇവിടെ ആവശ്യമാണ്, നീ വരേണ്ട ആവശ്യമില്ല. പക്ഷേ ലക്ഷ്മണൻ ഒരു അനുജന്റെ ഉത്തരവാദിത്വം സ്വയം പറഞ്ഞ് ഞാൻ വരുന്നുണ്ട് എന്ന് രാമനോട് പറഞ്ഞു. സീതാദേവി ഒരു ഭാര്യയുടെ ധർമ്മം സ്വയം ഏറ്റുപറഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കാനുള്ളത്, നിങ്ങളെ ആര് സഹായിക്കുകയാണെങ്കിലും ആരെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും തരികയാണെങ്കിലും അവരോട് അറിയിക്കേണ്ട കാര്യങ്ങൾ തുറന്നു പറയണം. ഇല്ലെങ്കിൽ ഭാവിയിൽ ലക്ഷ്മണന് വേണമെങ്കിൽ അല്ലെങ്കിൽ സീതയ്ക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ 14 വർഷം കാട്ടിലേക്ക് പോയി, നിങ്ങളുടെ കൂടെ കാട്ടിലേക്ക് വന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ നല്ല കാലഘട്ടം മുഴുവനും വെറുതെ വേസ്റ്റായിട്ട് പോയത് എന്ന് ഭാവിയിൽ ലക്ഷ്മണൻ പറയാതിരിക്കാൻ ശ്രീരാമൻ കൃത്യമായിട്ട് നീ വരണ്ട, എന്തുകൊണ്ട് വരണ്ട എന്നെല്ലാം പറഞ്ഞു. ഇനി തിരിച്ച് ഏതെങ്കിലും ഒരു കാലത്ത് ലക്ഷ്മണൻ രാമനോട് പകരം ചോദിക്കുകയാണെങ്കിൽ പോലും രാമന് പറയാം, അന്നേ ഞാൻ പറഞ്ഞതാണ്, ഒരു കാരണവശാലും വരണ്ട എന്ന്. സീതയോടും രാമന് പറയാൻ സാധിക്കും, ദശരഥൻ നിന്നോട് കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടില്ല, കൈകേയിയും പറഞ്ഞിട്ടില്ല, നീ എൻ്റെ കൂട്ടത്തിലേക്ക് വരേണ്ട ആവശ്യം, എൻ്റെ കൂട്ടത്തിൽ വരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ നിന്നോട് വ്യക്തമായി പറഞ്ഞതാണ്. നീ വന്നു, അതുകൊണ്ട് നിനക്ക് എന്നിലെ ഒരു തെറ്റും കണ്ടെത്താൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്നും ആര് സഹായം ഓഫർ ചെയ്യുകയാണെങ്കിലും ആരെല്ലാം നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമ്പോഴും അറിയിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയിക്കണം. ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാവരുത്. ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും പറയേണ്ടിയിരുന്നത് പറയാത്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകരുത്. ഇന്ന് ചെയ്തതും പറഞ്ഞതും ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും പറയേണ്ടിയിരുന്നത് പറയാത്തതും നാളത്തെ ദുഃഖത്തിന് കാരണമാകരുത്. കാലം ഒഴുകുന്നത് ഭൂതത്തിൽ നിന്ന് വർത്തമാനത്തിലേക്കും ഭാവിയിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്കുമാണ്. കാലം ഒഴുകുന്നത് ഭാവിയിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനകാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്കുമാണ്. തിരിച്ച് കാലം ഒഴുകില്ല. കഴിഞ്ഞ കാലത്തെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കാം. ആ ഭരതൻ കാട്ടിലേക്ക് വന്ന് വസിഷ്ഠനെ കൊണ്ടുവന്നു, കൈകേയിയെ കൊണ്ടുവന്നു, സേനാധ്യക്ഷന്മാരെ കൊണ്ടുവന്നു, പ്രഗത്ഭരായ ജനങ്ങളെ കൊണ്ടുവന്ന് ശ്രീരാമനോട് പറഞ്ഞു, ഈ രാഷ്ട്രത്തിൽ ഒരു ഭരണത്തിൻ്റെ അട്ടിമറി നടന്നത് ശ്രീരാമനെ മാറ്റി ഭരതനെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാൻ ഭരതൻ എന്ന ഞാൻ ഒന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല. എനിക്കിത് അറിഞ്ഞേ കൂടായിരുന്നു. എൻ്റെ അമ്മയുടെ മനസ്സിൽ ഉദിച്ച ദുഷ്ടബുദ്ധിയാണ് ഇതിന് കാരണം. ഭരതൻ രാമനെയും ലക്ഷ്മണനെയും സീതയെയും ബോധ്യപ്പെടുത്തി സംഭവിച്ചതിന് ഞാനല്ല ഉത്തരവാദി. അത് ബോധ്യപ്പെടുത്തുന്ന സമയത്ത് വസിഷ്ഠനെ മുമ്പിൽ നിർത്തി, സേനാധ്യക്ഷന്മാരെ മുമ്പിൽ നിർത്തി, സൈന്യത്തിൽ പോലും വിള്ളലുണ്ടാക്കാൻ സാധ്യതയുള്ള സംഭവമായിരുന്നു രാമന് പകരം ഭരതൻ രാജ്യഭാരം നടത്തുക. സൈന്യാധിപന്മാരെ ബോധ്യപ്പെടുത്തി, ഞാനല്ല ഇതിന് ഉത്തരവാദിത്വം. കൈകേയിയുടെ സാന്നിധ്യത്തിൽ ബോധ്യപ്പെടുത്തി, നിങ്ങളാണ് ഇതിന് കാരണമെന്ന്. ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി, ഞാനല്ല ഈ അട്ടിമറിക്ക് കാരണമെന്ന്. ഈ ഭരതന്റെ ഉജ്ജ്വലമായിട്ടുള്ള ആ വീക്ഷണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. ഞാൻ സത്യസന്ധനാണ്, ധർമ്മബോധമുള്ളവനാണ്,
കൃത്യനിഷ്ഠയുള്ളവനാണ്, അച്ചടക്കമുള്ളവനാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് കാര്യമില്ല. എനിക്കും ദൈവത്തിനും ഇതറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവർക്ക് ബോധ്യപ്പെടാൻ നിന്ന് തരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം. ഞാൻ സത്യസന്ധനാണെങ്കിൽ സത്യസന്ധനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. ധർമ്മബോധമുള്ളവനാണെങ്കിൽ ധർമ്മബോധമുള്ളവനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണെങ്കിൽ അത് ലോകത്തെ ബോധ്യപ്പെടുത്തണം. ഞാൻ ആരെയെങ്കിലും സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എങ്കിൽ അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് സ്നേഹിക്കുന്നവർക്കും ബഹുമാനിക്കപ്പെടുന്നവർക്കും തോന്നണം, മനസ്സിലാകണം. അതല്ലെങ്കിൽ എനിക്കും ദൈവത്തിനും ഇതറിയാം എന്ന് പറഞ്ഞാൽ കോടതി കേസിൽ പോകുമ്പോൾ ദൈവം കോടതിയിൽ വിറ്റ്നസ് സാക്ഷി പറയാൻ വരില്ല. അപ്പൊ പ്രായോഗിക ജീവിതത്തിൽ ഞാനൊരു ആത്മീയതയിലൂടെ പോകുന്ന ആളാണ്, ഭക്തനാണ്, ഈശ്വരവിശ്വാസിയാണ്, സത്യസന്ധനാണ് എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുന്നത് പ്രായോഗിക ജീവിതത്തിൽ കുറവുള്ളൊരു കാര്യമാണ്, പോരാത്തതാണ്. ആ പോരായ്മ, കുറവ് നികത്താൻ നമ്മൾ ഓർമ്മിക്കുക. എവിടെയെല്ലാം പരിമിതികളുണ്ടോ അവിടെയെല്ലാം ബോധ്യപ്പെടുത്തണം ഞാൻ എന്താണ് എന്നുള്ളത്. അത് ഭരതൻ ബോധ്യപ്പെടുത്തി. അതാണ് ഭരതന്റെ മഹത്വം. അതാണ് ഭാവരാഗ താളം ഭരതം എന്ന വാക്കിന്റെ അർത്ഥം. ഒരു സിനിമയും ഭരതം എന്ന പേരിലുണ്ട്. അതും ഏതാണ്ട് ഇതേ സന്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും പരിധിക്കപ്പുറം ആത്മീയത ചേർത്ത് അതിനെ ഞാൻ വേറെ, ഗ്രന്ഥത്തിലെ സന്ദേശം വേറെ എന്ന് വരത്തക്ക വിധത്തിൽ ആത്മീയത കൊണ്ട് മൂടി അത് ആചരിക്കാനും ആരാധിക്കാനും മാത്രമുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചും ധരിപ്പിച്ചും മുമ്പോട്ട് പോകാതെ ഇന്നത്തെ ജീവിതത്തിൽ രാമായണം എനിക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും? ലക്ഷ്മണനോട് രാമൻ വരണ്ട എന്ന് പറഞ്ഞത്, സീതയോട് രാമൻ വരണ്ട എന്ന് പറഞ്ഞത്, സീതയെ ലക്ഷ്മണനെ അവിടെ നിലനിർത്താൻ വേണ്ടിയുള്ള ന്യായീകരണം പറഞ്ഞത്, അതെല്ലാം ഭാവിയിൽ ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ അതിനെ ശരിക്ക് ഉത്തരമാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും ഇന്നലെ പറയേണ്ടിയിരുന്നത് പറയാത്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകരുതെന്ന് മാത്രമല്ല, എന്തെല്ലാം നമ്മൾ ചെയ്താലും അതിൽ സത്യം, ധർമ്മം, നീതി, ന്യായം എല്ലാം ഉണ്ടെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ പോരാ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും കൂടി നമുക്കുണ്ടെന്ന് നമ്മൾ അറിയണം. പ്രണാമം, നമസ്കാരം.